നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയോജന പാർക്കും ജിംനേഷ്യവും സജ്ജമാക്കി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത്. പദ്ധതി പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ. മാതൃകാത്തോട്ടം ഒരുക്കി വടകരയിലെ യുവ കർഷകൻ. നിഷാദിന്റെ കൃഷിത്തോട്ടത്തിൽ മണിച്ചോളവും മുത്താറിയും കമ്പവും. വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടി ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ. എസ്റ്റേറ്റ് മേഖലയിൽ കടുവാ ഭീഷണി. കന്നുകാലികളെ പുറത്തിറക്കാനാകാതെ കർഷകർ. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വയോജന പാർക്കും ജിംനേഷ്യവും സജ്ജമാക്കി പാലക്കാട് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത്. കറുകപ്പുത്തൂരിൽ ഉള്ള പകൽ വീട്ടിലാണ് ജിം ഒരുക്കിയത്. വയോജനങ്ങളുടെ ഉല്ലാസവും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പാലക്കാട് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന പാർക്കും ഓപ്പൺ ജിമ്മും സ്ഥാപിച്ചത്. വയോജനങ്ങൾക്ക് ഒഴിവുനേരങ്ങളിൽ ഒത്തുകൂടാൻ കറുകപ്പുത്തൂരിൽ നിർമ്മിച്ച പകൽ വീട്ടിലാണ് ഓപ്പൺ ജിം ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വതന്ത്രമായി വയോജന പാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ കാഴ്ചപ്പാട് പൂർണ്ണമായി നമുക്ക് നടപ്പിലാക്കാൻ ചിലപ്പോൾ കഴിയുന്നു വരില്ല. പക്ഷേ ഇവിടെ നമ്മുടെ പകൽ വീടിനോടനുബന്ധിച്ചാണ് ഈ വയോജന പാർക്ക് എന്നുള്ളത് കൊണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിനെ സംബന്ധിച്ചിടത്തോളം. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷവും തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷവും ഫണ്ട് വകയിരുത്തിയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. വ്യായാമ ഉപകരണങ്ങൾ, ഊഞ്ഞാൽ, നടപ്പാത എന്നിവയും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. എറണാകുളം നേര്യമംഗലം പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുന്നു. പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ. വിനോദസഞ്ചാരികൾക്ക് പുതിയ പാലം ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് പാലം. നേര്യമംഗലത്തെ പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. നിലവിൽ മൂന്നാറിലേക്ക് പോകുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം പാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിവാണ്. ഇരട്ടി വലിപ്പത്തോടെ നിർമ്മാണം പൂർത്തിയാകുന്ന പുതിയ പാലം ഹൈറേഞ്ച് മേഖലയ്ക്ക് വൻ മുതൽക്കൂട്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. 1924 നിർമ്മിച്ചതാണ് പഴയ പാലം. പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന് 214 മീറ്റർ നീളവും ഇരുവശവും 1.5 മീറ്റർ നടപ്പാതയുൾപ്പെടെ 11.5 മീറ്റർ വീതിയും ഉണ്ടാകും. കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1250 കോടി രൂപയുടെ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. പുതിയ പാലം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ടീൻ കുര്യാക്കോസ് MP പറഞ്ഞു. നിലവിലുള്ള പാലത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയിലധികം വീതി ഈ പുതിയ പാലത്തിന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള പാലത്തിൻ്റെ ഇതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രത്യേകതകളെയും ആ പഴമയുടെ അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ചരിത്രപരമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പുതിയ പാലത്തിൻ്റെ ഡിസൈനും അതേ രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ന്യൂസ് 18 നേര്യമംഗലം. 5 സ്പാനുകൾ. കൃഷിയെ അടുത്തറിഞ്ഞ് വിദ്യാർത്ഥികൾ. പട്ടാമ്പി ലേമന്റ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. 100 മേനി വിജയം ആണ് കൊയ്തത്. വിദ്യാർത്ഥികൾ ചെയ്ത നെൽകൃഷി കൊയ്തപ്പോൾ 100 മേനി വിളവ്. പട്ടാമ്പി ലിമന്റ് കോളേജ് NSS യൂണിറ്റിന്റെ നാളേക്കൊരു കതിർ വിത്ത് സുരക്ഷയിലൂടെ ഭക്ഷ്യസുരക്ഷയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നെൽകൃഷി നടത്തിയത്. മുഹമ്മദ് മൂസിൻ MLA കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കല്ലടിയാരം ഇനം നെല്ലാണ് കൃഷിയിറക്കിയത്. നെൽവിത്തുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് കാർഷിക മേഖലയെ കൂടുതൽ പരിചിതമാക്കാനും
കാലിക്കറ്റ് സർവകലാശാല നാഷണൽ സർവീസ് സ്കീം വിഭാവനം ചെയ്ത പദ്ധതിയാണ് നാളേക്കൊരു കതിർ. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തെ തിരിച്ചുകൊണ്ടുവരിക, യുവതലമുറകളിൽ കൃഷിയോടുള്ള താൽപര്യമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പി വിളയൂർ എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി നടത്തിയത്. അമരക്കുളം ഉള്ളൊറ്റ പാടശേഖരത്തിൽ തരിശായി കിടന്നിരുന്ന സ്ഥലം കൃഷിയോഗ്യമാക്കിയാണ് വിത്തിറക്കിയത്. പൊന്മണി വിത്തുപയോഗിച്ച് നടത്തിയ നെൽകൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചു. ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്ത്ത് നടന്നു. പ്രദേശത്ത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നും അതോടൊപ്പം കർഷകരെ കുറിച്ചും അതുപോലെ തന്നെ കൃഷി എങ്ങനെ വിളവെടുക്കുന്നു എന്നതിനെ കുറിച്ചും അതിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ അവർക്കുണ്ടാവുകയും അത് വളർന്നു വരുന്ന അടുത്ത തലമുറയെ നയിക്കാനുള്ള ആളുകൾ എന്നുള്ള നിലക്ക് അത് അവർക്ക് ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ഒരു NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷൻ കൂടി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നൽകുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. കൽപ്പറ്റയിൽ നിന്ന് ന്യൂസ് 18 ടീമിനോടൊപ്പം ടി സിദ്ദിഖ്. മാതൃകാത്തോട്ടമൊരുക്കി വടകരയിലെ യുവ കർഷകൻ. കൃഷിയിൽ ഏർപ്പെടുന്നവർക്കും ചെറുധാന്യ കൃഷി നടത്താമെന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട് തോടന്നൂരിലെ വലിയ പറമ്പത്ത് നിഷാദ്. മണിച്ചോളവും മുത്താറിയും കമ്പവുമാണ് നിഷാദ് കൃഷി ചെയ്തത്. മില്ലറ്റ് മിഷൻ കേരളയുടെ സഹായത്തോടെയാണ് തോടന്നൂരിലെ വീടിന് സമീപം നിഷാദ് കൃഷി ചെയ്തത്. തെങ്ങിൻ തോട്ടത്തിന് ഇടയിലാണ് കൃഷി. മണിച്ചോളവും മുത്താറിയും കമ്പവും നല്ല നിലയിൽ കൃഷി ചെയ്യാമെന്ന് ഈ തോട്ടം തെളിയിക്കുന്നു. തോടന്നൂർ ജൈവഗ്രാമം സമിതിയുടെ ഒപ്പം ചേർന്നാണ് കൃഷി. നമ്മുടെ നാട്ടിലെ മറ്റ് കൃഷികളെ അപേക്ഷിച്ചിട്ട് വളരെ ചെലവ് കുറഞ്ഞതും വളരെ ആദായം കിട്ടുന്നതുമായിട്ടുള്ള ഒരു കൃഷിയാണ് മില്ലറ്റ് കൃഷി. മണ്ണൊരുക്കി നമ്മൾ വിത്ത് പാകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ വളപ്രയോഗം വേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതുപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണവും വളരെ കുറവാണ്. കർഷകർ പൊതുവെ ഇത് കേരളത്തിൽ വിജയിക്കുമെന്നുള്ളൊരു ആശങ്ക പൊതുവായി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നല്ല ആത്മവിശ്വാസം തരുന്ന റിസൾട്ടാണ് ഈ വർഷം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന നിഷാദ് തെങ്ങ് മുതൽ പച്ചക്കറി വരെ കൃഷി ചെയ്യുന്നുണ്ട്. ചെറുധാന്യ കൃഷി മറ്റെന്തിനേക്കാളും ലാഭകരമാണെന്ന് നിഷാദ് പറയുന്നു. 90 ദിവസത്തിനകം വിളവെടുക്കാം. കീടങ്ങളുടെ ആക്രമണം കുറവാണ്. ജലസേചനം അധികം ആവശ്യമില്ല. ചെലവ് കുറവാണ് എന്നതും ഏതു മണ്ണിലും വിളയുമെന്നതും ഇത്തരം കൃഷിയെ ആകർഷണീയമാക്കുന്നു. ന്യൂസ് 18 വടകര. പെരുമഴയിൽ തകർന്ന നടപ്പാലത്തിന് മുകളിലൂടെ സാഹസിക യാത്ര നടത്തുകയാണ് ഇടുക്കിയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. രാജകുമാരി കുളപ്പറച്ചാൽ തേവർക്കാട്ടുപടി ഭാഗത്തുള്ള വിദ്യാർത്ഥികളാണ് ദുരിതയാത്ര നടത്തുന്നത്. രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലം പ്രളയത്തിൽ ഒലിച്ചുപോയി. ഇതോടെയാണ് വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദുരിതത്തിലായത്. കുളപ്പാറച്ചാൽ തേവർക്കാട്ടുപടി ഭാഗത്തുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സേനാപതി സ്കൂളിലേക്ക് എത്തിയിരുന്നത്. കഴിഞ്ഞ നവംബറിൽ പേത്തട്ടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളം ഒഴുകിയെത്തിയാണ് പാലം തകർന്നത്. പാലത്തിന്റെ 3 തൂണുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. പന്നിയാർ പുഴയിൽ വീണുകിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത്. പുഴയിൽ വെള്ളമുയർന്നാൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം. ഇടയ്ക്ക് വെള്ളം കയറുമ്പോൾ പാലം മുങ്ങും, പിന്നെ പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ബസ് കയറി തന്നെ പോകണം. പിന്നെ ഇടയ്ക്ക് കുഴപ്പമില്ല, എന്നാലും അവിടെ സൈഡിൽ കൂടെ കാണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കാണി കാലെ കുത്തി കയറും എന്നുള്ള പേടിയുണ്ടായിരുന്നു. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന പാലമാണിത്. 1.5 കിലോമീറ്റർ പോകേണ്ട സ്ഥലത്താണ് ഈ 10 കിലോമീറ്റർ മുകളിൽ ചുറ്റി സഞ്ചരിച്ച് പോകേണ്ടത്. ഈ പാലത്തിൻ്റെ ഒരു ക്രമീകരണം എത്രയും വേഗം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു ക്രമീകരണം ചെയ്തു തരണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത്. വയ്യാത്ത വിദ്യാർത്ഥികൾ അവരുടെ കാരണവന്മാർ വളരെയധികം ത്യാഗപൂർണമായ രീതിയിൽ പാലത്തിനെ കടത്തി അക്കരെ സ്കൂളിൽ കടത്തി വിടുന്നു. തിരിച്ചു വരുന്ന സമയത്തും അവർ കാത്തിരുന്ന് വേണം ഈ പിള്ളേരെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത്ര ദുരിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യത്തിൽ അടിയന്തരമായി പാലം പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. കാടിറങ്ങുന്ന വന്യത.
ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. വന്യജീവി ശല്യമാണ് ഇവരെ പേടിപ്പെടുത്തുന്നത്. പ്രദേശത്ത് കന്നുകാലികളെ അടക്കം പിടികൂടുന്ന കടുവയെ പിടികൂടണം എന്നാണ് ആവശ്യം. മാസങ്ങളായി ഇടുക്കിയിലെ തോട്ടം മേഖല ആശങ്കയിലായിട്ട്. എസ്റ്റേറ്റ് മേഖലയിൽ കന്നുകാലികളെ മേയാൻ വിടാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ദിവസങ്ങളായി ഇവിടെ കടുവാ സാന്നിധ്യമുണ്ട്. ഒരാഴ്ച മുൻപ് തേയിലത്തോട്ടത്തിൽ കടുവ നടക്കുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾ മൊബൈലിൽ പകർത്തി വനം വകുപ്പിന് നൽകിയിരുന്നു. പകൽ പോലും കടുവയെത്തുന്നതിൽ തൊഴിലാളികൾ ആശങ്കയിലാണ്. 2 വർഷത്തിനിടെ തൊഴിലാളികളുടെ 250ഓളം പശുക്കളെയാണ് കടുവ കൊന്നത്. അക്രമകാരിയായ കടുവയെ ഉടൻ പിടികൂടണം എന്നാണ് ആവശ്യം. எந்த நேரத்திலையும் பகல் நேரத்திலையும் புலி ஃபுல்லாக நடமாட்டமாகுது. வனவிலங்குகள் பகலில் ரோடு முழுவதும் சுற்றி திரியுது. எந்த நேரத்தில் என்ன வேணாலும் சம்பவிக்கலாம். பொதுமக்களுக்குள்ள பாதுகாப்பு எதுவுமே கிடையாது. தயவுசெய்து வனத்தில் அதை கூண்டு வச்சு பிடிச்சி அதனுடைய வளர்ந்த வனப்பகுதிக்குள் கொண்டு விடணும்னு மிக தாழ்மையாக கேட்டுக்கிறேன். அப்படி இல்லைன்னு சொன்னால் கல்லாரை பொதுமக்களை வச்சு ஒரு மிகப்பெரிய போராட்டம் நடத்துவோம்னு சொல்லி இதன் மூலமாக தெரியப்படுத்திக்கிறேன். കാട്ടാനയും കാട്ടുപോത്തും കടുവയുമടക്കം ജനവാസ മേഖലയിൽ എത്തുന്നതോടെ കുട്ടികളെ സ്കൂളിൽ പോലും വിടാൻ ഭയക്കുകയാണ് കുടുംബങ്ങൾ. ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. ന്യൂസ് 18 ഇടുക്കി. വിഴിഞ്ഞം പൂവാർ കോസ്റ്റൽ പോലീസിന് പെട്രോളിങ്ങിന് ബോട്ടുകൾ ഇല്ലാതായിട്ട് മാസങ്ങൾ ആകുന്നു. നിലവിലെ ബോട്ടുകളുള്ള വാർഷിക മെയിൻ്റനൻസ് ചെയ്യുന്നതിൽ വരുത്തിയ കാലതാമസമാണ് ഈ ദുരിതത്തിന് കാരണം. പൂവാർ സ്റ്റേഷനിൽ ഉള്ള ബോട്ടാണ് നിലവിലെ ഏക ആശ്രയം. വർഷങ്ങൾ പഴക്കമുള്ള 2 ബോട്ടുകളാണ് കോസ്റ്റൽ സ്റ്റേഷനിൽ ആകെയുള്ളത്. ഇവയിൽ വലിയ ബോട്ടിന്റെ എഞ്ചിനാണ് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത്. കുറേ മാസങ്ങളായി ബോട്ടുകൾ ഓടാതെ കട്ടപ്പുറത്തായിരുന്നു. ഇത് വ്യാപക പരാതിക്കിടയാക്കി. വാർഷിക അറ്റകുറ്റപ്പണി കരാർ പുതുക്കിയെങ്കിലും നടപടികൾ വേഗത്തിലായില്ല. എഞ്ചിൻ എന്ന് തിരികെ എത്തിക്കുമെന്നതിലും വ്യക്തതയില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലെ പട്രോളിംഗ് സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാലപ്പഴക്കം കൊണ്ട് നിരന്തരം കേടുപാടുകൾ സംഭവിക്കുന്ന പഴയ ബോട്ടുകൾക്ക് പകരം പുതിയ ബോട്ട് നൽകണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് 18 വിഴിഞ്ഞം. ന്യൂസ് 8 വേണ്ടി തൃശൂരിൽ നിന്നും VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി. ചെറുതോണിയിലെ ബസ് സ്റ്റാൻഡ് പൂർത്തിയാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ചെറുതോണിയിൽ ബസ് സ്റ്റാൻഡിനായി മണ്ണ് നീക്കാൻ ആദ്യം MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പിന്നീട് 1 കോടി രൂപയും ഇറിഗേഷൻ വകുപ്പിൽ നിന്നുള്ള 1 കോടി രൂപയും അനുവദിച്ചാണ് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ കരാറുകാരൻ പാതിവഴിയിൽ പ്രവൃത്തി അവസാനിപ്പിച്ചു മടങ്ങി. കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഇടുക്കി ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം നിലച്ച മട്ടിലാണ്. ഏറ്റവും പ്രധാനമായി നമ്മുടെ ജില്ലാ ആസ്ഥാനത്തുള്ള ബസ് സ്റ്റാൻഡിൻ്റെ പണി പാതിവഴിയിൽ നിന്നിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ അമർഷം ഉണ്ടായിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന് സമീപത്തെ കരിങ്കൽ കെട്ടുകളും ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡുകളുടെ നിർമ്മാണവും എങ്ങും എത്തിയില്ല. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. പണി പൂർത്തിയാകാൻ ഇനിയും വേണം കോടികൾ. ഓരോ സാമ്പത്തിക വർഷവും ചെറുതോണി ബസ് സ്റ്റാൻഡിനായി പണം നീക്കിവെക്കുമെങ്കിലും ഇതുവരെ പദ്ധതി ഫലം കണ്ടില്ല. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ തേടുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ചെറുതോണി. ഇടുക്കി പള്ളിവാസൽ തോക്കുപാറ സൗഹൃദഗിരി റോഡിൽ യാത്രാക്ലേശം രൂക്ഷമാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഏറെ ബുദ്ധിമുട്ടിയാണ് നാട്ടുകാരുടെ യാത്ര. പള്ളിവാസൽ പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഉൾപ്പെടുന്ന റോഡാണ് തോക്കുംപാറ സൗഹൃദഗിരി റോഡ്. കാലങ്ങളായി റോഡ് തകർന്നിട്ട് നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് ഇത്. റോഡ് യാത്ര യോഗ്യമാക്കാൻ അടിയന്തര ഇടപെടൽ തേടുകയാണ് നാട്ടുകാർ. ഇടയ്ക്ക് റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും പിന്നാലെ പഴയപടിയായി. രോഗികളും പ്രായമായവരുമൊക്കെ ഈ വഴിയിലൂടെ ഏറെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത്. മഴ മാറിയ സാഹചര്യത്തിൽ റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പള്ളിവാസൽ. കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഒറ്റവീൽ സൈക്കിളിൽ സഞ്ചരിക്കുന്ന കണ്ണൂർ സ്വദേശിയായ സനീത് എന്ന സ്റ്റണ്ട് പെർഫോമർ മലപ്പുറത്ത് പര്യടനം തുടരുകയാണ്. സെൽഫിയെടുത്തും ആശംസകൾ നേർന്നും യുവാക്കൾ സനീതിനൊപ്പം ചേർന്നു. ലഹരിക്കെതിരെ വ്യത്യസ്തമായ യാത്ര നടത്തുകയാണ് കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയായ സനീത്.
ഒറ്റവീൽ സൈക്കിളിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ച് ശ്രദ്ധ നേടിയ താരമാണ് ഈ യുവാവ്. നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇത്തവണത്തെ കശ്മീർ യാത്ര. സനീദിന്റെ കൂടെ താഹിർ, പട്ടാമ്പി സ്വദേശിയായ അഭിഷേക് എന്നിവരാണ് യാത്രയിലുള്ളത്. 3 വർഷത്തെ സ്വപ്നമാണ് ഈ യാത്ര. സ്റ്റാർട്ട് ചെയ്തിപ്പോൾ 1 മാസം ആവാറായി. അതിൽ 10-15 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പോയത്. എൻ്റെ കൂടെ വരുന്നത് താഹിർ, ഇവൻ എൻ്റെ നാട്ടുകാരാണ്, കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശിയാണ്. പിന്നെ അഭിഷേക്, ഇവൻ പാലക്കാട് പട്ടാമ്പിക്കാരനാണ് കൂടെ വരുന്നത്. ഇവനെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയം. ഇവന് ഞാൻ പണ്ടേ ഒന്നിച്ചുള്ളതാണ്. ഇതെൻ്റെ ഒരു ഡ്രീം റൈഡാണ് ഇങ്ങനെ പോകാന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ കൊടുത്ത മെസ്സേജ് എന്താ വെച്ചാൽ സേ നോ ടു ഡ്രഗ്സ്, ഡ്രഗ്സിനെതിരെ. ഇന്നത്തെ സമൂഹം ഭയങ്കരമായിട്ട് ഡ്രഗ്സിന് അഡിക്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മെസ്സേജ് വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. 6 മാസം കൊണ്ട് ലക്ഷ്യത്തിലെത്താമെന്ന പ്രതീക്ഷയിലാണ് സനീദ്. സ്റ്റണ്ട് പെർഫോമർ കൂടിയായ സനീദ് എടപ്പാളിലെത്തിയതോടെ നിരവധി യുവാക്കളാണ് കാണാനും സെൽഫി എടുക്കാനും മറ്റുമായി എത്തിയത്. ന്യൂസ് 18 തിരൂർ. റോഡിന്റെ ദുരവസ്ഥയ്ക്കെതിരെ വ്യത്യസ്തമായ സമരവുമായി പുനലൂർ സാംസ്കാരിക സമിതി. പൈപ്പ് നവീകരണത്തിനായി എടുത്ത കുഴി മാസങ്ങളായിട്ടും നികത്തി സഞ്ചാരയോഗ്യം ആക്കാത്തതിൽ പ്രതിഷേധിച്ചാണ്. അപകടങ്ങൾ പെരുകുന്ന സാഹചര്യം കണക്കിലെടുത്തുമാണ് സമരവുമായി സമിതി രംഗത്തെത്തിയത്. പുനലൂർ പട്ടണത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ റോഡിലും അപകടം വിതയ്ക്കുന്ന കുഴികളുണ്ട്. കോടികൾ ചെലവഴിച്ച് ആധുനിക രീതിയിൽ നവീകരിച്ച റോഡുകൾ ആഴ്ചകൾക്കകം പൈപ്പ് നവീകരണത്തിന്റെ പേരിൽ വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിക്കുന്നത് പതിവാണ്. എന്നാൽ പൈപ്പ് നവീകരണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞാലും റോഡ് പഴയപടിയാക്കി നൽകാറില്ലെന്നാണ് പരാതി. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇത്തരം കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. ഈ സാഹചര്യം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സാംസ്കാരിക സമിതി വ്യത്യസ്ത സമരവുമായി രംഗത്തെത്തിയത്. സമരപരിപാടി സാംസ്കാരിക പ്രവർത്തകനായ CV വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ പട്ടണത്തിലെ ഇതുപോലെയുള്ള അപകട കുഴികൾ, ഈ റോഡിലുള്ള കുഴികൾ, ഇതടയ്ക്കാൻ ഒരു 10-15 ചട്ടി മെറ്റലും ടാറും മാത്രം മതി. അതിന് വളരെ പരിമിതമായ ഒരു തുക മാത്രം മതി. പക്ഷേ അത് ചെയ്യാൻ അതെൻ്റെ ബാധ്യതയാണ്. NHന്റെ എഞ്ചിനീയർക്ക് തോന്നണം, എന്നെ ശമ്പളം തന്ന് നാഷണൽ ഹൈവേയുടെ ഓഫീസിൽ നിന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഇത് ചെയ്യിക്കാനാണ് എന്ന തോന്നൽ ആ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന് ആദ്യം ഉണ്ടാവണം. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ കുഴികൾ അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് PWD NH ഓഫീസുകളിൽ നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. റോഡിൽ പൈപ്പ് നവീകരണത്തിനായി എടുത്ത വലിയ കുഴിയുടെ ചുവട്ടിൽ കറുത്ത വസ്ത്രം ധരിച്ച് റീത്ത് സമർപ്പിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രതിഷേധ സംഗമത്തിന് പുനലൂർ സാംസ്കാരിക സമിതി പ്രസിഡന്റ് AK നസീർ നേതൃത്വം നൽകി. ഇതൊരു വൺവേറാണ്. ഇതിലേക്കൂടെ പോകാത്ത മന്ത്രിമാരില്ല, ഇതിലേക്കൂടെ പോകാത്ത MLA-മാരില്ല. എന്നാൽ നാളിതുവരെയായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പുനലൂർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഒരു സമരം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വേഷത്തിൽ തന്നെ ഇരുന്ന് ഈ സംസാരിക്കുന്നതിൻ്റെ കാരണം നമുക്കറിയാം, കുഴി മൂടുന്നതിനും എല്ലാത്തിനും എല്ലാ രീതിക്കും കോൺട്രാക്ടർമാർക്ക് ഫണ്ട് കൊടുത്തിട്ടും ഈ ഫണ്ടുകളെല്ലാം കൂട്ടുകച്ചവടത്തിലൂടെ മുക്കി അഴിമതി കാണിക്കുന്ന പരമന്മാരുള്ള നമ്മുടെ നാട്ടിൽ എല്ലാവരുമില്ല, ചിലർ ഇതൊരു കൈത്തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണെന്ന്. നാഷണൽ ഹൈവേയിലും വൺവേ റോഡിലും സ്ഥാപിച്ചിട്ടുള്ള അനധികൃത കമാനങ്ങളും ഫ്ലെക്സ് ബോർഡുകളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി. കാസർഗോഡ് തൃക്കരിപ്പൂർ IT ജലഗതാഗത വകുപ്പ് ഓഫീസിന് മുന്നിലെ പഴയ യാത്രാ ബോട്ട് ഉപയോഗം ഇല്ലാതെ നശിക്കുന്നു. 9 വർഷമായി കട്ടപ്പുറത്ത് കയറ്റിയ ബോട്ട് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ്. ഏറെക്കാലം ഇവിടെ കടത്ത് സർവീസ് നടത്തിയ ജലഗതാഗത വകുപ്പിന്റെ A79 ബോട്ടാണ് തൃക്കരിപ്പൂർ IT മേഖലാ ഓഫീസ് പരിസരത്ത് ആർക്കും വേണ്ടാതെ ജീർണിച്ചില്ലാതാകുന്നത്. കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കരയിൽ കയറ്റിയിട്ട ബോട്ടിന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. പൊളിച്ചുവിറ്റ് പൊതുഖജനാവിലേക്ക് എത്തേണ്ട പണമാണ് ഇവിടെ പാഴാകുന്നത്. യന്ത്രത്തകരാറിനെ തുടർന്നായിരുന്നു 9 വർഷം മുമ്പ് ബോട്ട് കരയിൽ കയറ്റിയിട്ടത്. ഉപയോഗ കാലാവധി അവസാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് ബോട്ടിന് അറ്റകുറ്റപ്പണികൾ നടത്തിയില്ല. എന്നാൽ അതോടൊപ്പം പൊളിച്ചു വിൽക്കാനുള്ള നടപടി സ്വീകരിച്ചതുമില്ല. തേക്ക്, ആഞ്ഞിലി എന്നീ വില കൂടിയ മരങ്ങളാണ് ബോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. കാലാവധി അവസാനിച്ച ബോട്ടുകൾ പൊളിച്ചു വിൽക്കുമ്പോൾ മര ഉരുപ്പടികൾക്ക് ആവശ്യക്കാരും ഉണ്ടാകാറുണ്ട്. മലിനീകരണ പ്രശ്നങ്ങളും ഇഴജന്തുക്കളുടെ ശല്യവും കാരണം നാട്ടുകാരുടെ നിരന്തര പരാതികളും ഉദ്യോഗസ്ഥർക്ക് തലവേദനയാകുന്നുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ.
കൊപ്പം പഞ്ചായത്തിൽ വീണ്ടും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UDF-ലെ അബ്ദുൾ അസീസിനെതിരെയാണ് അവിശ്വാസം കൊണ്ടുവരുന്നത്. ഗ്രാമപഞ്ചായത്തിലെ 8 CPIM അംഗങ്ങൾ ചേർന്ന് ഒപ്പിട്ട നോട്ടീസ് പട്ടാമ്പി BDOക്ക് കൈമാറി. പഞ്ചായത്തിലെ വികസന മുരടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആരോപിച്ചാണ് UDF ഭരണം കൈയാളുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അവിശ്വാസം ഉടലെടുക്കുന്നത്. മുസ്ലിം ലീഗ് അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റ് MC അബ്ദുൾ അസീസിനെതിരെയാണ് 8 CPM അംഗങ്ങൾ അവിശ്വാസ നോട്ടീസ് നൽകിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് കൈമാറി. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDF 8, UDF 8, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. LDF-ന് പ്രസിഡന്റ് സ്ഥാനവും UDF-ന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു. ഇതിനിടെ 2022 ഏപ്രിലിൽ BJP അംഗത്തിന്റെ പിന്തുണയോടെ UDF പ്രസിഡന്റായിരുന്ന CPM-ലെ T ഉണ്ണികൃഷ്ണനെതിരെ അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു. ഇത് പാസ്സാവുകയും ചെയ്തു. എന്നാൽ തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP അംഗം വിട്ടുനിന്നു. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ മുസ്ലിം ലീഗിലെ MC അബ്ദുൾ അസീസ് പ്രസിഡന്റാവുകയായിരുന്നു. 1.5 വർഷത്തിന് ശേഷമാണ് അവിശ്വാസത്തിലൂടെ തന്നെ ഭരണം തിരിച്ചുപിടിക്കാൻ CPM രംഗത്തിറങ്ങിയിരിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. വണ്ടൻമേട് കേന്ദ്രമായി രൂപീകരിച്ച കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഏലം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂട്ടായ്മ ഉണ്ടാകണമെന്നും ഏറ്റവും ഗുണമേന്മയുള്ള ഏലയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിൽ ആണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ 4 താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏലമല പ്രദേശങ്ങൾ വനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് പരിസ്ഥിതി സംഘടനകൾ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള കേസിൽ പോരാടുന്നതിനായാണ് വണ്ടൻമേട് ആസ്ഥാനമായി കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ രൂപീകരിച്ചത്. ഏലം കർഷകരും ഏല വ്യവസായവും അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിനും ഏലം മേഖലയിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്ന ലക്ഷ്യവും പുതിയ സംവിധാനത്തിനുണ്ട്. പുളിയൻമല നെസ്റ്റ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സംഘടനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പ്രസ്ഥാനം പഠനത്തിനും പഠിപ്പിക്കാനും സാധിക്കുന്നവരാകാൻ സാധിക്കണം. അതോടൊപ്പം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ സമരം ചെയ്യേണ്ടി വരുമ്പോൾ അതിന് സജ്ജമാക്കൽ പ്രക്രിയ നടക്കണം. ഏറ്റവും അവസാനത്തെ ആയുധമായി സമരത്തിലേക്ക് പോകണം. ആ രംഗത്ത് പോസിറ്റീവായി സർഗാത്മകമായി നെഗറ്റീവ് അല്ലാതെ നിഷേധാത്മകമല്ലാതെ എനിക്ക് പറയാനുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ്. വണ്ടൻമേട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഫെഡറേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ചടങ്ങിൽ കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ മുൻ സെക്രട്ടറി KK ദേവസിയെ ആദരിച്ചു. ഫെഡറേഷന്റെ ലോഗോ പ്രകാശനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും മെമ്പർഷിപ്പ് ID വിതരണം ഉടുമ്പൻചോല MLA MM മണിയും നിർവഹിച്ചു. ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ഏലം കർഷക സംഘടനകളും കർഷകരുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ന്യൂസ് 18 വേണ്ടി G ശ്രീജിത്തിനൊപ്പം മാണി C കാപ്പൻ MLA. വാടാനാംകുറിശി ആരഭി ഗ്രന്ഥശാല കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും മെഗാ തിരുവാതിരകളെയും സംഘടിപ്പിച്ചു. വാടാനാംകുറിശിയുടെ സാംസ്കാരിക മേഖലയിൽ സജീവമായ ആരഭി ഗ്രന്ഥശാല കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ മുന്നോടിയായാണ് സാംസ്കാരിക ഘോഷയാത്രയും മെഗാ തിരുവാതിരകളെയും സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്ത് നിന്നും സാംസ്കാരിക ഘോഷയാത്ര ആരംഭിച്ചു. 26, 27, 28 ദിവസങ്ങളിലായാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നത്. കാട്ടാന, കടുവ എന്നിവയ്ക്ക് പിന്നാലെ കരടിയും നാട്ടിൽ എത്തിയതോടെ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥയിലാണ് വയനാട്ടുകാർ. പയ്യമ്പള്ളിയിൽ വയലിൽ ഇറങ്ങിയ കാട്ടാന വ്യാപക നാശനഷ്ടം വരുത്തി. പുൽപ്പള്ളിയിൽ കൃഷിയെടുത്ത് കടുവ ഇറങ്ങിയതിന് പിന്നാലെ തോണിച്ചാൽ പ്രദേശത്ത് കരടി കൂടി ഇറങ്ങിയതോടെ ഭീതിയിലാണ് നാട്ടുകാർ. 2 ദിവസം മുമ്പാണ് പയ്യമ്പള്ളി സെയിന്റ് കാതറിൻ സ്കൂളിന് സമീപം നെൽവയലിൽ കാട്ടാന ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തിയത്. കൊയ്ത് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച 30 ചാക്കോളം നെല്ല് കാട്ടാനകൾ ചവിട്ടിമെതിച്ചു. ഇതിനിടെ ചേകാടി 2ാം കാടിന് സമീപം ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. പുറകെ വന്ന യാത്രക്കാർ ഹോണടിച്ചതിനാൽ കാട്ടാന പിന്മാറി.
തലനാരിഴയ്ക്കാണ് ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടത്. പുൽപ്പള്ളി സീതാമൗണ്ട് ജനവാസ കേന്ദ്രത്തിലെ സ്വകാര്യ കൃഷിയിടത്തിൽ കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. കടുവയുടെ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ വനം വകുപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തി. പക്ഷേ കടുവയെ കണ്ടെത്താനായില്ല. ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ ജനവാസ കേന്ദ്രമാണ്. ആ മേഖലയിൽ കടുവകളുടെ സാന്നിധ്യം കാണുകയും എന്നാൽ അതിനെതിരെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ വിളിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിലും നമ്മുടെ RRT ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ കടുവ കണ്ട പ്രദേശം മുഴുവൻ തെരച്ചിൽ നടത്തിക്കൊണ്ട് ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി RRT ടീമംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടായി തെരച്ചിൽ നടത്തിക്കൊണ്ട് ഈ കടുവയെ ഇവിടെ തിരുത്തുന്ന നടപടികളുണ്ടാവണം. അതിനപ്പുറത്ത് നമ്മുടെ കടുവയെ പിടികൂടാനുള്ള കൂടുകൾ സ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ ദിവസം കരടിയെ കണ്ട വള്ളിയൂർക്കാവ് റോഡിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ തോണിച്ചാലിൽ കരടി ഇറങ്ങിയ CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. പ്രദേശവാസികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയ വനംവകുപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ KB ബൈജു, ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. ഈ പരിപാടി നിങ്ങൾ